ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ജനറൽ ഗൈഡൻസ് എടുക്കാം. നമ്മുടെ ബുക്ക് ഓഫ് ഒറക്കിളിൽ നിന്ന് ഞാൻ ബുക്ക് ഓഫ് ആൻസേഴ്സിന് ഞാൻ മെസ്സേജസ് എടുക്കും ലാസ്റ്റിൽ. ഓക്കെ, അത് നിങ്ങൾക്ക് അഡ്വൈസ് ആയിട്ട് ഇത് സ്റ്റൈലിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ. ഓക്കെ, നമുക്ക് ഇന്നത്തെ എനർജി ആയിട്ട് നോക്കാം. നിങ്ങൾക്ക് എന്താ കാണുന്ന സിറ്റുവേഷനെ കുറിച്ച് യൂണിവേഴ്സ് എന്താ പറയുന്നത് നോക്കാം നമുക്ക് ഇന്നത്തെ. ഓക്കെ, 4 of Pentacles, 10 of Swords, 2 of Cups, 2 of Wands, 3 of Pentacles, again 2 of Swords, and the other Sun, 6 of Cups. ഓക്കെ, ഇവിടെ നമുക്ക് ജനറൽ സിറ്റുവേഷൻ പറയാൻ നോക്കുകയാണ് ഞാൻ. ഓക്കെ, ജനറൽ സിറ്റുവേഷനിൽ എനിക്ക് കാണുന്നത് 4 of Pentacles നമ്മൾ കുറച്ച് പണം ഇൻവെസ്റ്റ്മെന്റ് ആവശ്യം വരുന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ്. ഓക്കെ, അതായത് എന്തെങ്കിലും ആവശ്യത്തിന് ഓക്കെ നിങ്ങൾക്ക് കുറച്ച് പണം ചിലവാക്കേണ്ടി വരും എന്ന് പറയാം. ഓക്കെ, പക്ഷെ മേ ബി നിങ്ങൾ അതിന് മടിക്കുന്നുണ്ടാവും. അതായത് അത് ചെയ്യണോ വേണ്ടേ, അത് ചെയ്താൽ ശരിയാവോ, അതോ അത് റിട്ടേൺ അതിന് കിട്ടുമോ എനിക്ക്, അതോ അങ്ങനെ ആലോചിച്ചിട്ട് മേ ബി, അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ ആവശ്യത്തിന് ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഞാനിപ്പോൾ ഇത് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാവോ എന്ന രീതിക്ക് നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ ഒരു തോന്നലുണ്ടാവാം. ഓക്കെ, അപ്പം നിങ്ങൾ ലേശം മണി ഇൻവെസ്റ്റ് ചെയ്യാനൊന്ന് മടിക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. എല്ലാം അങ്ങനെ ഒന്ന് അടക്കി പിടിച്ച് നമ്മൾ വെക്കുക എന്ന രീതിയിൽ നമ്മൾ പറയും അല്ലേ. പക്ഷെ ഇത് കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത്. സോ ആരെങ്കിലും നിങ്ങളോട് ചിലപ്പോൾ പൈസ ചോദിച്ചതായിരിക്കാം, അപ്പോൾ അവർക്ക് കൊടുക്കണോ വേണ്ടേ എന്നുള്ളൊരു ചിന്തയായിരിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ കാര്യത്തിന് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് മണി സ്പെൻഡ് ചെയ്യേണ്ടി വരാം. ഓക്കെ, അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ട് ഇവിടെ. മേ ബി നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ ഇനിയിപ്പോൾ വല്ല ഹെൽത്ത് ഇഷ്യൂ അങ്ങനെ വല്ല കാര്യങ്ങളായിരിക്കാം. ഓക്കെ, കാരണം ഇവിടെ ഒരു ടെൻഷൻ്റെ ഇത് കാണുന്നുണ്ട്. മേ ബി നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള പൈസ ചിലവാക്കലായിരിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങളിത് പണം കൊടുക്കുന്നതിൻ്റെ ഒരു ടെൻഷനായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിട്ടേൺ കിട്ടാത്തതിൻ്റെയൊക്കെ ഒരു ആലോചിച്ചിട്ടുള്ള ഒരു ടെൻഷനായിരിക്കാം. ഓക്കെ, കുറച്ച് സ്ട്രെസ് കാണുന്നുണ്ട്, മണി സ്ട്രെസ് എന്ന രീതിയിൽ പറയാം നമുക്കിവിടെ. ഓക്കെ, ആൻഡ് ഇവിടെ 2 of Cups ആണ്. 2 of Cups നമ്മൾ സോൾമേറ്റ് കാർഡ് എന്ന രീതിയിലാണ് പറയാം. ഓക്കെ, ഒരു പാർട്ട്ണർ എന്ന രീതിക്ക് നമുക്ക് പറയാം. മേ ബി ഒരു റിലേഷൻഷിപ്പ് പാർട്ട്ണർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ബിസിനസ് പാർട്ട്ണർ ആയിരിക്കാം, രണ്ടും പറയാം. കാരണം ഇവിടെ 3 of Pentacles ഉണ്ട്. സോ മേ ബി ഒരു ബിസിനസ് കൊളാബറേഷൻ്റെ കാര്യമായിരിക്കും. അപ്പോൾ പാർട്ട്ണർ എന്ന രീതിക്കും ഉണ്ട്. ഞാൻ 2 of Wands ഉണ്ട്, 2 of Swords ഉണ്ട്. ഐ തിങ്ക് ഇവിടെ വളരെ 2 ആണ് വന്നിരിക്കുന്നത്. ഒരു ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ട് നിങ്ങളുടെ മൈൻഡിൽ. ഓക്കെ, ഈ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ആലോചിച്ചിട്ടായിരിക്കാം ഞാനത് ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടേ, ശരിയാവോ, സക്സസ് ഉണ്ടാവോ, ബിസിനസ്സിൽ ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് ഉണ്ടാവോ, മേ ബി പാർട്ട്ണറുമായിട്ട് നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. ഓക്കെ, റൊമാൻറ്റിക് പാർട്ട്ണർ ആയാലും ശരി, ബിസിനസ് പാർട്ട്ണർ ആയാലും ശരി, ഐ തിങ്ക് അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ചും ആയിരിക്കാം നിങ്ങൾക്കൊരു അത് ഞാൻ റൊമാൻറ്റിക് ഞാൻ വേറെ പറയാം. ഓക്കെ, ഇതിപ്പോൾ ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ജോലിയുടെ അങ്ങനത്തെയൊക്കെ കാര്യം പറയുമ്പോൾ മേ ബി നിങ്ങൾ ആരെങ്കിലും കൂടെ ആയിരിക്കാം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ മേ ബി നിങ്ങളൊരു വളരെയധികം ഐ തിങ്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട് നിങ്ങളുടെ മൈൻഡിൽ, നന്നായിട്ട് കൺഫ്യൂഷൻ ഉണ്ട്. ചെയ്യണോ വേണ്ടേ എന്ന രീതിയിൽ ഓക്കെ ഒരു ഡിസിഷൻ എടുക്കാൻ, തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. ഓക്കെ, ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരിക്കാം. 3 of Pentacles ആണ് ഇവിടെ. നമ്മൾ ഒന്നിച്ച് കൊളാബറേറ്റ് ചെയ്ത് ചെയ്യുന്ന കാര്യത്തിൽ മേ ബി നിങ്ങളുടെ പാർട്ട്ണർ അത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. ചിലപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനായിരിക്കും, അതായത് ഞാൻ തന്നെ ചെയ്യുന്നു എന്നുള്ളൊരു പേടിയായിരിക്കാം. എന്തോ അങ്ങനൊരു കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ കിടന്ന് ഒരുപാട് കോൺഫ്ലിക്റ്റ് നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഇവിടെ ശരിക്കും ഓക്കെ ഫൈനലി നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ഇവിടെ മൂൺ കാർഡാണ്, അത് കഴിഞ്ഞ് ഇവിടെ സണ്ണാണുള്ളത്. സോ എവിടെയോ ഐ തിങ്ക് നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ, ഈ ഒരു ടെൻഷൻ സ്ട്രെസ് ഇതിങ്ങനെ ആലോചിച്ച് കൺഫ്യൂഷൻ മേ ബി നിങ്ങളൊരു തീരുമാനം എടുക്കും. ആൻഡ് നിങ്ങൾക്കൊരു ക്ലാരിറ്റി വരുന്നതായിട്ടും എനിക്ക് കാണുന്നുണ്ട്. സൺ കാർഡ് ഇവിടെ ഉണ്ട്. ഓക്കെ, നിങ്ങൾ മേ ബി രാത്രിയൊക്കെ ഇരുന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ച് ഓക്കെ അവസാനം പക്ഷെ ഒരു നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ, എന്താ ചെയ്യേണ്ടത് മുന്നോട്ട് എന്ന രീതിക്ക് നിങ്ങൾ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മേ ബി നിങ്ങൾക്കൊരു ക്ലാരിറ്റി വരും. ഓക്കെ, ആൻഡ് സന്തോഷം വരും എന്ന രീതിക്കും പറയാം. ഓക്കെ, ഇത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ഒരു യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളോട് ധൈര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്തോളൂ. ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ട് ശരിയാണ്.
പക്ഷെ മേ ബി ആ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമാണ് എന്ന രീതിയിലായിരിക്കാം. അത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സന്തോഷം വരും എന്ന രീതിയിൽ പറയാം. ഓക്കെ, പോസിറ്റീവായിട്ട് ഒരു ഗുണം നിങ്ങൾക്ക് കിട്ടും അതിൻ്റെ. അപ്പോൾ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് റിട്ടേൺ നിങ്ങൾക്ക് കിട്ടും. റിലേഷൻഷിപ്പിലാണെങ്കിലും ശരി, അതിനും കിട്ടും. ഓക്കെ, അല്ല നിങ്ങൾ ഹെൽത്തിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു, ഹെൽത്തിൻ്റെയും എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഇൻവെസ്റ്റ്മെന്റ് ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ബിക്കോസ് എന്നാലേ നിങ്ങൾക്ക് കാര്യങ്ങളൊന്ന് ക്ലിയർ ആവുള്ളൂ. ഓക്കെ, എന്നാലേ നിങ്ങൾക്കൊരു ബെറ്റർ സിറ്റുവേഷനിലേക്ക് എത്തുള്ളൂ എന്ന് പറയാം. സോ ആ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട എന്ന രീതിയിലാണ്. ആൻഡ് 6 ഓഫ് കപ്സ് ഉണ്ട്. സോ ഫ്രണ്ട്ഷിപ്സ് എന്ന് പറയാം. ആൻഡ് 2 ഓഫ് കപ്സും 6 ഓഫ് കപ്സും ഉണ്ട്. മേ ബി നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പാർട്ട്ണർഷിപ്പിൽ നടത്തുന്ന വല്ല കാര്യങ്ങളായിരിക്കാം. അല്ലെങ്കിൽ ഇതിവിടെ നമ്മളൊരു നോസ്റ്റാൾജിയ എന്ന് പറയും, കുറച്ച് പഴയ കാര്യങ്ങൾ ഓർക്കുക, മെമ്മറീസിലിരിക്കുക എന്ന രീതിക്കൊക്കെ പറയാം. അപ്പം നിങ്ങൾ ബട്ട് ഇവിടെ എനിക്ക് ഫ്രണ്ട്ഷിപ്പിൻ്റെ രീതിയിലാണ് തോന്നുന്നത്. സോ ഫ്രണ്ട്സ് ആരെങ്കിലും ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ പാർട്ട്ണർഷിപ്പുമായിട്ട് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ ഐ തിങ്ക് അവരെ ട്രസ്റ്റ് ചെയ്യാം എന്ന രീതിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവിടെ മജീഷ്യൻ കാർഡാണ്. സോ നിങ്ങൾ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നടക്കും എന്ന രീതി പറയാം. ആൻഡ് ഫൂൾ കാർഡ് ഉണ്ട്, 10 ഓഫ് കപ്സും ഉണ്ട്. മുന്നോട്ട് നിങ്ങൾക്കൊരു ഹാപ്പിനെസ് വരുന്നുണ്ട് എന്ന രീതിക്ക് പറയാം. ഇവിടെ കൂടുതലും റിലേഷൻഷിപ്പിന് ഉണ്ട് കേട്ടോ, ഞാൻ പറയാം. എനിവേ, നിങ്ങൾക്കൊരു പുതിയ ബിഗിനിങ്ങിലേക്ക് നിങ്ങൾക്ക് എത്തും എന്ന് പറയാം. ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഐ തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മുന്നോട്ടൊരു ഫ്യൂച്ചർ നിങ്ങളുടെ നല്ലതാണ് വരുന്നത്. പഠിക്കാനാണെങ്കിലും ശരി, റിലേഷൻ്റെ കാര്യത്തിൽ നമ്മൾ പറയുമ്പോഴും ശരി, അല്ല ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനായാലും ജോലിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായാലും, അല്ല നിങ്ങൾ എന്താ പറയുക ഹെൽത്തിൻ്റെ കാര്യത്തിൽ ചെയ്യാനായാലും എന്തിനായാലും ഐ തിങ്ക് ഇപ്പോൾ ആ ഒരു മണി സ്പെൻഡിങ് ആവശ്യമാണ്. കുറച്ച് പൈസ ആവശ്യം വരും. ചിലപ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തതിൻ്റെ സ്ട്രെസ് ആയിരിക്കാം. നിങ്ങൾക്ക് എങ്ങനെ മണി പൈസ എവിടെ നിന്ന് ഉണ്ടാക്കും എന്നുള്ള സ്ട്രെസ് ആയിരിക്കാം. ഓക്കെ, പക്ഷെ അതിപ്പോൾ അവിടെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. അത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പക്ഷെ ഒരു പോസിറ്റിവിറ്റി വരുന്നുണ്ട്. മുന്നോട്ട് ഒരു കാര്യങ്ങൾ ശരിയാവും. ഹെൽത്ത് ആയാലും നിങ്ങൾ ഓക്കെ ആവും, നിങ്ങളുടെ ഹെൽത്ത് ഒന്നും ബെറ്റർ ആവും. ഓക്കെ, റിലേഷൻഷിപ്പ് ആണെങ്കിൽ റിലേഷൻഷിപ്പ് ബെറ്റർ ആവും. അല്ലെങ്കിൽ മറ്റേ റിലേഷൻഷിപ്പിനെ ഞാൻ സെപ്പറേറ്റ് പറയാം. ഓക്കെ, ഇവിടെ ബിസിനസ് ആയാലും ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്താലും നിങ്ങൾക്കൊരു ഹാപ്പിനെസ് വരും എന്ന രീതിക്കാണ്. ആൻഡ് ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നടക്കും എന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഈ കൺഫ്യൂഷനാണ് ഇപ്പോൾ ഇവിടെ മെയിനായിട്ട്, അത് മാറിക്കിട്ടും. ഓക്കെ, നിങ്ങൾ മുന്നോട്ട് ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുക എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട്. ഫുൾ കാർഡാണ്. ചിലപ്പോൾ റിസ്ക് ആയിരിക്കാം ഇത്, നിങ്ങൾ ചെയ്യുന്ന കാര്യം റിസ്ക് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. പക്ഷെ അതിപ്പോൾ ആവശ്യമാണ്. ഓക്കെ, ചെയ്തോളൂ എന്ന രീതിക്കാണ് കാണുന്നത്. ഓക്കെ, മുന്നോട്ട് പോസിറ്റീവ് മൂവ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് ഇവിടെ ഓക്കെ, റിലേഷൻഷിപ്പിനെ കുറിച്ച് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പറയുന്നുണ്ട്. 2 ഓഫ് കപ്സ് നമ്മളൊരു പാർട്ട്ണർഷിപ്പിൻ്റെ കാര്യം. സോറി, നിങ്ങളുടെ റിലേഷൻഷിപ്പ് പാർട്ട്ണർ, അതായത് ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് സ്നേഹമുണ്ട്, ഫീലിങ്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ സോൾമേറ്റ് ആയിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ആൻഡ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ, സോൾമേറ്റ് കണക്ഷൻ എന്ന രീതിയിൽ. ഇത് റിലേഷൻഷിപ്പ് റീഡിംഗ് അല്ല, പക്ഷെ അത് വളരെ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. സോ പറയാതെ നിർത്തിയില്ല. ഓക്കെ, അപ്പോൾ അത് നിങ്ങളുടെ ട്രസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് ആ പേഴ്സണിനെ എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യണോ എന്ന രീതിക്കായിരിക്കാം നിങ്ങളുടെ ചിന്ത. എന്ന് വെച്ചാൽ ആ റിലേഷൻഷിപ്പിൽ ഞാൻ കൂടുതൽ ഇനിയിപ്പോൾ നിൽക്കണോ, ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ, ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് നല്ല രീതിയിൽ പോവോ എന്ന രീതിയിൽ നിന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവാം. പക്ഷേ ഇവിടെ സിറ്റുവേഷൻ എനിക്ക് കാണുന്നത് അതും ഒരു പോസിറ്റീവിലേക്ക് വരുമെന്നാണ്. ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ്, റിലേഷൻഷിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളതിൽ സ്നേഹത്തോടെ പെരുമാറാനും അല്ലെങ്കിൽ സംസാരിക്കാനും റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ശ്രമിക്കുക എന്ന രീതിയിൽ. ഓക്കെ, ടൈം കൊടുക്കുക, അതിന് എഫേർട്ട് കൊടുക്കുക എല്ലാം. ഓക്കെ, അത് ചെയ്തു കഴിഞ്ഞാൽ പക്ഷെ ഇവിടെ അതിനും ഒരു പോസിറ്റീവ് റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുക. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്. ഓക്കെ, മേ ബി തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവാം. ഓക്കെ, ഞാൻ ഒരുപാട് ഡീറ്റെയിലേക്കൊന്നും പോകുന്നില്ല. ഓക്കെ, സോ അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ കാരണമായിരിക്കാം നിങ്ങൾ ചിന്തിക്കുന്നത് വേണോ വേണ്ടേ എന്നൊക്കെ. പക്ഷെ മുന്നോട്ട് ഇതിലൊരു പോസിറ്റീവാണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, മേ ബി ഇത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കാം. ആ റിലേഷൻഷിപ്പിലും നിങ്ങൾക്കൊരു ബെറ്റർ ഒരു സിറ്റുവേഷൻ വരും എന്നാണ് കാണുന്നത്. മജീഷ്യനും ഉണ്ട്. സോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നടക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന്. പക്ഷെ നിങ്ങൾ അതിനെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് ഭയങ്കര കൺഫ്യൂഷനാണ് നിങ്ങളുടെ മൈൻഡിൽ ഇപ്പോൾ. അതാണ് ഇപ്പോൾ ഇവിടെ ഒരു പ്രശ്നം. ഓക്കെ, സോ ഈ ഒരു തീരുമാനം എടുത്താൽ പക്ഷെ അത് നല്ലതായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അത് ഏത് കാര്യത്തിലായാലും ഞാൻ പറഞ്ഞു, പഠിക്കാനായാലും ഹെൽത്തിനായാലും ബിസിനസ്സിനായാലും എന്തിനായാലും. ഓക്കെ, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നടക്കും. ഓക്കെ, നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് പ്രതീക്ഷിക്കാം, സന്തോഷം പ്രതീക്ഷിക്കാം, ഈവൻ ഫാമിലി ഹാപ്പിനെസ് പ്രതീക്ഷിക്കാം. ഓക്കെ, ആൻഡ് ചിലവർക്ക് ഈവൻ മാരേജ് എന്ന രീതിക്ക് എല്ലാം കൊണ്ടും ഓക്കെ നിങ്ങൾക്കൊരു നല്ലൊരു സിറ്റുവേഷനാണ് ഇന്ന് കാണുന്നത്. ഓക്കെ, പക്ഷെ ഇന്ന് രാവിലെ മേ ബി നിങ്ങൾ ഇന്നത്തെ എനർജിയിൽ മേ ബി നിങ്ങൾ ഈ ഒരു ആദ്യത്തെ ഈ സ്റ്റെപ്പ്, അതായത് ഞാനിത് ചെയ്യണോ വേണ്ടേ, ഇതിൽ നിൽക്കണോ വേണ്ടേ എന്നൊക്കെയുള്ള ചിന്തയായിരിക്കും. പക്ഷെ ഐ തിങ്ക് അതിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. ആൻഡ് നിങ്ങൾ ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. സോ പോസിറ്റീവായിട്ടിരിക്കാം. ഓക്കെ, ആൻഡ് ഒരു കാര്യം ചെയ്യാം, ഞാൻ ബുക്ക് ഓഫ് ആൻസേഴ്സിന് ജസ്റ്റ് അഡ്വൈസ് ആയിട്ട് മാത്രമേ എടുക്കുന്നുള്ളൂ. ക്വസ്റ്റ്യൻ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചോളൂ. ഓക്കെ, ഞാൻ എന്തായാലും എടുക്കാം. ഒരു മാറ്റത്തിന് ലാസ്റ്റിലേക്ക് ആക്കി. ഓക്കെ ഓക്കെ, ലെറ്റ്സ് സീ.
ദ ടീ ലീവ്സ് ഹാവ് ഫോംഡ് എ ക്ലോവർ ഇൻഡിസ്പ്യൂട്ടബ്ലി യെസ് എന്ന് വെച്ചാൽ ക്വസ്റ്റ്യനേ ഇല്ല, തർക്കമേ ഇല്ല എന്നാണ് പറയുന്നത്. തർക്കമേ ഇല്ല, അവിടെ ഒരു യെസ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇതിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങളുടെ മൈൻഡിൽ ഇത് പോസിറ്റീവായിട്ട് നടക്കുമോ, മുന്നോട്ട് നല്ലതാണോ, ഇതിൽ എനിക്കൊരു സക്സസ് കിട്ടുമോ, എന്ത് തന്നെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിലും ആൻസർ അവിടെ യെസ് ആണ്. ഓക്കെ, നിങ്ങൾ വിട്ടു പോകണോ എന്ന് ചോദിച്ചാലും യെസ് ആണ് കേട്ടോ. ഓക്കെ, സോ അങ്ങനെ ചോദിച്ചിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും നിങ്ങൾ ചോദിച്ച ആൻസറിന് നമ്മൾ ആക്ച്വലി നോക്കിയ സിറ്റുവേഷൻസ് വെച്ചിട്ടും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടേ, ഹെൽത്തിനായാലും ജോലിക്കായാലും കരിയറിലായാലും ബിസിനസ് ആയാലും പഠിക്കാനായാലും ഒക്കെ നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണോ, യെസ്, അവിടെ നിങ്ങൾക്ക് സക്സസ് കിട്ടും എന്ന രീതിക്ക് യെസ് ആണ് ഇവിടെ എന്തായാലും വന്നിട്ടുള്ളത്. എനിക്ക് 1-2 പേജസ് കൂടെ എടുത്തേക്കാം. The 6 of Hearts, go for it but be kind to others along the way. 6 of Hearts പറയുമ്പോൾ നമ്മുടെ 6 of Pentaclesന്റെ ഒരു ഇതാണ് നിങ്ങളോട് പറയുന്നത്. ഗോ ഫോർ ഇറ്റ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അഗെയിൻ ഇതും മണിയുടെ കാര്യം തന്നെയാണ്. പെൻറ്റിക്കിൾസ് പറയുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ആണ് അല്ലേ. അപ്പം നിങ്ങളോട് പറയുന്നത് എന്തോ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെയ്തോളൂ. ഓക്കെ, ആൻഡ് മറ്റുള്ളവർക്ക് കൂടി ഹെൽപ്പ് ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. മറ്റുള്ളവരെ കൂടി ഹെൽപ്പ് ചെയ്യാനൊക്കെ ഒരു സജഷൻ പറയുന്നുണ്ട് ഇവിടെ. ബി കൈൻഡ് ടു അതേഴ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ മറ്റുള്ളവരോട് കൂടി നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് കുറച്ച് മറ്റുള്ളവർക്ക് കൂടി കൊടുക്കുക എന്ന രീതിക്കാണ് നമ്മൾ അതിനെ പറയാറ്. ഓക്കെ, 6 of Pentaclesന്റെ കാർഡാണ്. ഓക്കെ, സോ ഇവിടെയും ഒരു യെസ് ആണ്. അഗെയിൻ ഇതിലും ഗോ ഫോർ ഇറ്റ് എന്ന് പറയുന്നുണ്ട്. ചെയ്തോളൂ, ഗോ ഹെഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു പേര് കൂടെ എടുക്കാം. വളരെ പോസിറ്റീവായിട്ടാണല്ലോ ഇന്നത്തെ. You have rolled double fives. Await a positive response from a most important person. ഓക്കെ, നിങ്ങൾ ഇനിയിപ്പോൾ ആരുടെയെങ്കിലും ഒരു അപ്രൂവൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, നേരത്തെ ഒരു ഹൈറോഫൻറ്റ് വന്നിരുന്നു. ഓക്കെ, അതൊരു അപ്രൂവലിൻ്റെ കാര്യമായിരിക്കാം. ഓക്കെ, നിങ്ങൾ എവിടെന്നെങ്കിലും ഒരു അപ്രൂവൽ വരാൻ വെയിറ്റ് ചെയ്യുമായിരിക്കും, അത് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അതിലും നിങ്ങൾക്കൊരു പോസിറ്റീവ് യെസ് ആണ് ആൻസർ. ഓക്കെ, എന്തെങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്ത് ആരുടെയെങ്കിലും നമ്മൾ സീൽ ഓഫ് അപ്രൂവൽ വേണം എന്ന് പറയില്ലേ, ഗവൺമെൻറ് അപ്രൂവൽ വേണം, അല്ലെങ്കിൽ അതോറിറ്റിയുടെ അപ്രൂവൽ വേണം, പഠിക്കാൻ ചേരുകയാണെങ്കിൽ കോളേജിൻ്റെ അപ്രൂവൽ വേണം, വേറെ എന്തെങ്കിലും എന്ത് തന്നെ ആയാലും ശരി. ഓക്കെ, നിങ്ങൾക്കൊരു അപ്രൂവൽ ഇപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷനിലല്ല, ഐ മീൻ റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങൾ ഫാമിലി ആരെങ്കിലും അപ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ഇവിടെ നിങ്ങൾക്കൊരു പോസിറ്റീവ് യെസ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് പോസിറ്റീവ് റെസ്പോൺസ് വരും എന്നാണ് പറയുന്നത്. എന്ത് കാര്യത്തിലായാലും നിങ്ങൾ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ അതിന് നിങ്ങൾക്കൊരു പോസിറ്റീവ് റെസ്പോൺസ് വരും, യെസ് ആയിരിക്കും. ഓക്കെ, ആൻഡ് ഹെൽത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി നിങ്ങൾക്കൊരു നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, പോസിറ്റീവ് റെസ്പോൺസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, പക്ഷേ യെസ് ആ ഒരു അതിന് വേണ്ടിയുള്ള ടൈം, എഫേർട്ട്, പൈസ എല്ലാം നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് അതിൽ വേണം. ഓക്കെ, അതിലെന്തായാലും പക്ഷെ ഇന്ന് വളരെ നല്ല റീഡിങ്, അപ്പോൾ ഞാൻ കൂടുതൽ നിട്ടുന്നില്ല. സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.